അവിടെ വന്നതിൽ ഒരാൾ പോലും ഈ സംഗമത്തിൽ വന്നിട്ടില്ലെങ്കിൽ നാളെ തൊട്ട് നിങ്ങളെ തൊഴിലുറപ്പിന് വിളിക്കില്ല എന്ന് പേടിച്ചിട്ട് വന്നവരല്ല. അവിടെ വന്നതിൽ ഒരാൾ പോലും 500 രൂപയും ബിരിയാണി കിറ്റും കിട്ടും എന്ന് പ്രതീക്ഷിച്ച് വന്നവരല്ല. അവരുടെ ആരുടെയെങ്കിലും ബന്ധുക്കൾ സഹകരണ സംഘത്തിലോ സഹകരണ ആശുപത്രിയിലോ മറ്റ് സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്നുണ്ട്, വന്നിട്ടില്ലെങ്കിൽ അവർക്കെതിരെ പ്രതികാര നടപടി ഉണ്ടാവുമെന്ന് പേടിച്ച് വന്നവരല്ല. അവരെല്ലാവരും സ്വയം പ്രേരിതരായിട്ട് വന്നവരാണ്. ഇന്നത്തെ സംഗമത്തിൽ പ്രധാനപ്പെട്ട ജാതി സംഘടനകളുടെ ഒന്നും പ്രതിനിധികൾ പങ്കെടുത്തില്ല. മറിച്ച് അവിടെ കേട്ടത് അപരമത വിദ്വേഷമാണ്. അത് ശബരിമലയുടെ സങ്കല്പത്തിന് നിരക്കുന്നതുമല്ല. BJP നേതാക്കളടക്കം പങ്കെടുത്ത ആ ചടങ്ങിനെ കുറിച്ചാണ് താങ്കൾക്ക് മറുപടി പറയും. അത് വളരെ കൗതുകകരമായി തോന്നി എനിക്ക്. കാരണം സർക്കാർ കൊട്ടിഘോഷിച്ച് 3000 പേര് പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലോബൽ അയ്യപ്പ സംഗമത്തിൽ CPM-ന്റെ ആളുകൾ പോലും പങ്കെടുത്തില്ല. അവർക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ പോലും പങ്കെടുക്കുന്നില്ല. 3000 പേര് പ്രതീക്ഷ സ്ഥലത്ത് 463 പേരാണ് വന്നത്. എൻ്റെ ഐഡിയ പോയി, നിന്റെ ഐഡിയ നിന്നെ പട്ടി ആരെയും അങ്ങനെ പോയി ക്ഷണിക്കുക പോലും ചെയ്തിട്ടില്ലാത്തൊരു പരിപാടിയിൽ 10,000 ആളുകൾ വന്നു. CPM-ന്റെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ വരെ അത് ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ സ്വാമിമാർ എന്തൊക്കെയാണ് പ്രസംഗിച്ചത് എന്നൊക്കെ അവർ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഏത് പരിപാടിയാണ് ജനശ്രദ്ധയെ ആകർഷിച്ചത്, ഏതിലേക്കാണ് ആളുകൾ ഒഴുകിയെത്തിയത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണല്ലോ. ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ജാതിക്കതീതമായി ഹിന്ദു മതത്തിൽപ്പെടുന്ന അയ്യപ്പൻ്റെ ഭക്തരായിട്ടുള്ള മുഴുവൻ ആളുകൾ ഒഴുകിയെത്തിയിട്ടുള്ളൊരു സ്ഥലമാണത്. അവിടെ നിരവധി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. ഞങ്ങൾ അവരൊന്നും തരംതിരിച്ച് നോക്കിയിട്ടില്ല. ഇവരൊക്കെ ഏത് ജാതിയുടെ പ്രതിനിധികളാണ്, ഏത് ജാതിയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടാണ് അവർ വന്നതെന്നുള്ളത് അവിടെ ആരും പരിഗണിച്ചിട്ടുമില്ല, പരിശോധിച്ചിട്ടുമില്ല. അവിടെ വന്ന മുഴുവൻ ആളുകളും ഒരു വികാരം കൊണ്ട് വന്നവരാണ്. അവർ അയ്യപ്പസ്വാമിയുടെ ഭക്തരാണ് എന്നുള്ള വികാരം കൊണ്ട് വന്നവരാണ്. അവിടെ വന്നതിൽ ഒരാൾ പോലും ഈ സംഗമത്തിൽ വന്നിട്ടില്ലെങ്കിൽ നാളെ തൊട്ട് നിങ്ങളെ തൊഴിലുറപ്പിന് വിളിക്കില്ല എന്ന് പേടിച്ചിട്ട് വന്നവരല്ല. അവിടെ വന്നതിൽ ഒരാൾ പോലും 500 രൂപയും ബിരിയാണി കിറ്റും കിട്ടും എന്ന് പ്രതീക്ഷിച്ച് വന്നവരല്ല. അവരുടെ ആരുടെയെങ്കിലും ബന്ധുക്കൾ സഹകരണ സംഘത്തിലോ സഹകരണ ആശുപത്രിയിലോ മറ്റ് സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്നുണ്ട്, വന്നിട്ടില്ലെങ്കിൽ അവർക്കെതിരെ പ്രതികാര നടപടി ഉണ്ടാവുമെന്ന് പേടിച്ച് വന്നവരല്ല. അവരെല്ലാവരും സ്വയം പ്രേരിതരായിട്ട് വന്നവരാണ്. അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? എന്റെ നഖം തൊട്ട് മുടി വരെ തീ പിടിച്ചിരിക്കുക. നോക്കൂ, 7 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഇടതുപക്ഷ സർക്കാർ ഇങ്ങനെ ഒരു വലിയ സംഗമം നടത്തിയെന്ന് പറഞ്ഞു. അവിടെ വന്നിട്ടുള്ള ആളുകളുടെ എണ്ണം നമുക്കറിയാം. ഗോവിന്ദമാഷ് പറയുന്നത് അതൊക്കെ AI ആണ് എന്നാണ് പറയുന്നത്. പക്ഷെ നാലാളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. നമ്മൾ എണ്ണെടുത്തപ്പോൾ അവിടെ കണ്ടത് 463 ആളുകളെയാണ്. നമ്മളിതിനെ ഒന്ന് ഹരിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ മുകളിൽ 1,51,000 രൂപ ചെലവ് നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു വിശാല സംഗമം നടത്തിയത്. ക്ഷമിക്കണം, ഇത് കൊള്ളയാണ്, തട്ടിപ്പാണ്, പകൽ കൊള്ളയാണ്. പക്ഷെ അങ്ങനെ പറയുന്നത് ശ്രീ ശങ്കുട്ടി ദാസ് കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രി വ്യക്തമാക്കിയതനുസരിച്ചാണെങ്കിൽ 4,126 പേര് പങ്കെടുത്തു. അമേരിക്ക, കാനഡ, ശ്രീലങ്ക, പിന്നെ ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും വടക്കിഴക്കുന്ന അസം അടക്കം എല്ലായിടത്തു നിന്നുമുള്ള ഭക്തരുടെ എണ്ണത്തിന്റെ പട്ടിക വാസവൻ മന്ത്രി വായിച്ചിരുന്നു. എങ്ങനെയാണെങ്കിൽ കുറെ പേരെങ്കിലും അദൃശ്യരായിരുന്നിരിക്കും എന്ന് വേണം ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പിണറായി വിജയൻ പങ്കെടുത്തിട്ടുള്ള പൊതുസമ്മേളനത്തിന്റെ പോലും വേദിയിൽ 3/4 ഭാഗത്തോളം ചെയറുകൾ ഒഴിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതാണ് ബഹുഭൂരിപക്ഷം മലയാളികളും ആ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷ്വൽസ് കണ്ടിട്ടുള്ള ആളുകൾ മുഴുവൻ കണ്ടത്. ഇനി അത് എങ്ങനെയാണ് ഈ പറയുന്നത് പോലെ AI ആണോ മറ്റെന്തെങ്കിലും സാങ്കേതിക വിദ്യ കൊണ്ട് മഹാവിജയമായിട്ടൊരു സംഭവത്തെ ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ എല്ലാവരും കൂടി സംഘടിതമായിട്ട് ചുരുക്കിയതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ദീർഘമായ ഏറ്റവും ശക്തമായിട്ടുള്ള സമരമാണ്. ഏത് യുദ്ധതന്ത്രജ്ഞൻ നോക്കിയാലും തോറ്റുപോകുമെന്ന് ഉറപ്പിച്ച് പറയാവുന്ന ഒരു യുദ്ധമായിരുന്നു. കാരണം ഒരു ഭാഗത്ത് നിൽക്കുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും ശക്തിയുള്ള സംവിധാനങ്ങളായിരുന്നു. ഒരു ഭാഗത്ത് നിൽക്കുന്ന രാജ്യത്തെ പരമോന്നത കോടതി, സുപ്രീം കോടതി, കേരള സർക്കാർ, കേരള പോലീസ്, LDF, ഇടതുപക്ഷ മാധ്യമങ്ങൾ, ബുദ്ധിജീവികൾ, സാംസ്കാരിക നായകന്മാർ, ഇവരൊക്കെ ഒരു പക്ഷത്ത്. ഇപ്പുറത്തെ പക്ഷത്താര നിരായുധരായിട്ടുള്ള, നിസ്സഹായരായിട്ടുള്ള, നിരപരാധികളായിട്ടുള്ള ഭക്തർ. എന്താണ് ആയുധം ഉണ്ടായിരുന്നത്? അവരുടെ അയ്യപ്പസ്വാമിയോടുള്ള ഭക്തി മാത്രമാണ് ആയുധം ഉണ്ടായിരുന്നത്. എന്താണ് മുദ്രാവാക്യം ഉണ്ടായിരുന്നത്? സ്വാമിയെ ശരണയ്യപ്പ എന്ന മന്ത്രം മാത്രമാണ് മുദ്രാവാക്യം ഉണ്ടായിരുന്നത്. ആരാണ് നയിക്കാനുണ്ടായിരുന്നത്? അവരുടെ പടനായകനായിട്ടുള്ള സ്വാമി അയ്യപ്പൻ തന്നെയാണ് തങ്ങളെ നയിക്കുന്നതെന്നുള്ള ബോധ്യമാണ് അവർ നയിക്കാനുണ്ടായിരുന്നത്. ഗാലറി നമുക്ക് എതിരാണല്ലോടാ. ആരാണോ അന്ന് ആ വിധി നടപ്പാക്കുന്നത് തങ്ങളുടെ ദുരഭിമാന പ്രശ്നമായിട്ട് എടുത്തത്? ആരാണോ ഭക്തരെ ക്രിമിനലുകളെന്ന് വിളിച്ചത്? ആരാണോ നാമജപഘോഷയാത്രയെ തെറിജപഘോഷയാത്ര എന്ന് വിളിച്ചത്? ആരാണോ 2000 കേസെടുത്ത് 4000 പേരെ അറസ്റ്റ് ചെയ്തത്? അവരെ കൊണ്ട് തന്നെ അയ്യപ്പ ഭക്ത സംഗമം നടത്തിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ ഭഗവത്ഗീത ശ്ലോകങ്ങൾ ചൊല്ലിക്കാൻ ഈ ഭക്തർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അയ്യപ്പൻ സത്യമാണെന്നാണ് തെളിയിക്കുന്നത്. എന്താണ് നിന്റെ പ്രശ്നം? ശബരിമല വിമാനത്താവളം ഇങ്ങനെ പലതിനോടും കേന്ദ്രം മുഖം തിരിച്ചു നിൽക്കുമ്പോൾ സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി ഇതൊക്കെ നടപ്പാക്കാനാണ് സംസ്ഥാന സർക്കാർ ഈ സംഗമത്തിലൂടെ ശ്രമിക്കുന്നത്. 100% അസംബന്ധമായിട്ടുള്ള കാര്യമാണ്. ഒന്നാമത് പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്.
ഒന്നാമത്തെ കാര്യം ശബരി റെയിൽപാത, അങ്കമാലി മുതൽ എരുമേലി വരെ നീണ്ടു നിൽക്കുന്ന ശബരി റെയിൽപാത സംസ്ഥാനത്തിന്റെ ഭാഗത്ത് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാനോ വിഹിതം വെക്കാനോ ഉള്ള താമസം കൊണ്ടാണ് ആ റെയിൽവേ പാത പദ്ധതി ഇത്രയും കാലം നീണ്ടുപോയത്. ഇന്നത്തെ കണക്കൂട്ടൽ പ്രകാരം ആ പദ്ധതിക്ക് ചെലവ് വരുന്നത് 3800 കോടി രൂപയാണ്. അതിന്റെ പകുതി വഹിക്കാൻ തങ്ങൾക്ക് സാധിക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചതിനെ തുടർന്ന് റെയിൽവേ മിനിസ്ട്രി അത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുമായി പ്രസാദ് സ്കീം വഴി ശബരിമലയിലെ നവീകരണത്തിനും ഭസ്മക്കുളത്തിന്റെ നവീകരണത്തിനും ഒക്കെ വേണ്ടി 45 കോടി രൂപ 2020-2024 കാലഘട്ടത്തിൽ അനുവദിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഈ പൈസ അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് കൃത്യമായിട്ടുള്ള പ്രോജക്ട് റിപ്പോർട്ടോ കൃത്യമായിട്ടുള്ള പ്ലാനോ സമർപ്പിക്കാത്തതിനെ തുടർന്ന് 4 കൊല്ലമായിട്ട് ഈ പൈസ ഉപയോഗിക്കാൻ കഴിയാതെ 45 കോടി രൂപ മടക്കി കൊടുക്കുന്ന സാഹചര്യം പ്രസാദ് സ്കീമിന്റെ കാര്യത്തിൽ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. അനിയാ പോട്ടെ, അമ്പിമനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?